കുമ്പള ടൗണിൽ നിന്നും യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പുത്തൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സ്ഥലത്തെത്തിയാണ് കുമ്പള പോലീസ് പ്രതികളെ പിടികൂടിയത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കുമ്പള ടൗണിൽ വെച്ച് യുവാവിനെ പട്ടാപ്പകൽ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ ശേഷം 18,46,127 രൂപ തട്ടിയെടുത്തുവെന്ന കേസിലാണ് 2 പേരെ കൂടി പോലീസ് പിടികൂടിയത്. പുത്തൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളായ കർണാടക ഉപ്പിനങ്ങാടിയിലെ അൻസീഫ്, ബാദ്ര മർദാല കടബയിലെ ഇർഫാൻ എന്നിവരെയാണ് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. CPOമാരായ ചന്ദ്രൻ, മനു, വിനോദ്, പ്രശാന്ത് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മെയ് 6-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുമ്പള ടൗണിൽ നിൽക്കുകയായിരുന്ന കുമ്പള മുളിയെടുക്ക റഹ്മാനിയ മൻസിലിലെ അബ്ദുൾ റഷീദിനെയാണ് 3-അംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് കാറിനകത്ത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത ശേഷം തുക പ്രതികളുടെ അക്കൗണ്ടിലേക്ക് അയപ്പിക്കുകയും ചെയ്തു. ശേഷം വൈകിട്ട് 6 മണിയോടെ പെർമുദ ടൗണിൽ ഇറക്കി വിട്ടുവെന്നാണ് കേസ്. കേസിലെ മുഖ്യപ്രതിയായ പുത്തികെ ചള്ളങ്കയത്തെ സയ്യിദിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.